ഗുഡ് മോർണിംഗ്. ടോപ്പിക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 4 അപ്രോച്ചസ് ആണുള്ളത്. നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് തിയറി. ഇതിൽ സെക്കൻഡ് വൺ ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഇതിനെ NOI അപ്രോച്ച് എന്നും പറയും. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡേവിഡ് ഡ്യൂറൻറ്റ്. ഇറ്റ് ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ദ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം പറയുന്നത് ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയും ഫേമിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നതാണ്. അക്കോർഡിംഗ് ടു NOI അപ്രോച്ച്, ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഡസ് നോട്ട് അഫക്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നാലും ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അത് അഫക്റ്റും ചെയ്യില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് 50-50 ആയാലും 20-80 ആയാലും 0-100 ആയാലും ഏത് റേഷ്യോ ആയാലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. NOI അപ്രോച്ച് പ്രകാരം ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇല്ല. എവറി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഫ്രം 0 to 100 ഈസ് ഒപ്റ്റിമൽ ആണ്. അസംഷൻസ് 3 അസംഷൻസ് ആണ് NOI അപ്രോച്ചിനുള്ളത്. ഫസ്റ്റ് വൺ, ദ മാർക്കറ്റ് ക്യാപിറ്റലൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആസ് എ ഹോൾ. ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ആസ് എ ഹോൾ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് അസംഷൻ, ദ ബിസിനസ് റിസ്ക് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എവറി ലെവൽ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൻ്റെ ഓരോ ലെവലിലും ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് സെയിം തന്നെ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. തേർഡ് വൺ, ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ബിഫോർ ടാക്സ് ഫിഗറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ അസംഷൻസിനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡെപ്റ്റിൻ്റെ ഇൻക്രീസ്ഡ് യൂസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക്കും ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഇൻക്രീസ് ആവും. പക്ഷേ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. കാരണം ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ലെൻഡേഴ്സ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ദാറ്റ് ഈസ് ഡെപ്റ്റ് ഈസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. NOI അപ്രോച്ച് പ്രകാരം എഫക്റ്റ് ഓഫ് ലിവറേജ് ഓൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണിക്കുന്ന ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണാം ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് KOയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KDയും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി കൊടുത്തിട്ടുള്ളത് NOI അപ്രോച്ച് പ്രകാരം ഫേമിൻ്റെ വാല്യൂ കാണുന്നതിനുള്ള ഇക്വേഷനാണ്. ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. V ഈസ് ഈക്വൽ ടു EBIT/KO. EBIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. KO എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി കൊടുത്തിട്ടുള്ളത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റീൻ്റെ ഇക്വേഷനാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ദാറ്റ് ഈസ് S ഈക്വൽ ടു V മൈനസ് D. V ഈസ് ഈക്വൽ ടു ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം. D ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേമിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കുറച്ചതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അടുത്തത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അത് ഡിനോട്ട് ചെയ്യുന്നത് KE വെച്ചിട്ടാണ്. KE ഈക്വൽ ടു ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 100. KE ഈക്വൽ ടു EBIT മൈനസ് I ബൈ V മൈനസ് D ഇൻറ്റു 100 ഓർ EBIT മൈനസ് I ബൈ S ഇൻറ്റു 100. S എന്ന് പറഞ്ഞാൽ V മൈനസ് D ആണെന്ന് നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഹിയർ I ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എ കമ്പനി എക്സ്പെക്ട്സ് എ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ₹1 lakh. ഇറ്റ് ഹാസ് ₹5 lakh 6% debentures. The overall capitalization rate is 10%. Calculate the value of the firm and the equity capitalization rate, that is cost of equity, according to net operating income approach. Second B question, if the debenture debt is increased to 7,50,000, what will be the effect on the value of the firm and the equity capitalization rate? Question A നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അതായത് EBIT തന്നിട്ടുണ്ട് ₹1 lakh. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് KO തന്നിട്ടുണ്ട് 10%. ഇവിടെ കാണേണ്ടത് ഫേമിൻ്റെ വാല്യൂവും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ദാറ്റ് ഈസ് KEയുമാണ്.
വാല്യൂ ഓഫ് എ ഫേം കാണുന്നതിനുള്ള ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു EBIT/KO ആണ്. ഇനി നമുക്ക് ഈ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഈസ് ഈക്വൽ ടു 1,00,000/10% ഇസ് ഈക്വൽ ടു 10 lakh കിട്ടും. അപ്പോൾ ഇവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ₹10 lakh. ഇനി നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു വി മൈനസ് ഡി. ഇവിടെ ഡി എന്ന് പറയുന്നത് 5 lakh ആണ്. അതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു 10 lakh മൈനസ് 5 lakh ഈക്വൽ ടു 5 lakh. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ദാറ്റ് ഈസ് KE. കെയിൻ്റെ ഇക്വേഷൻ KE ഈസ് ഈക്വൽ ടു EBIT മൈനസ് I/V മൈനസ് D × 100. ഇവിടെ നമ്മൾ എസ് കണ്ടതുകൊണ്ട് നമുക്ക് വി മൈനസ് ഡി എന്നതിന് പകരം എസ് വേണമെങ്കിൽ എസ് എഴുതിയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഹിയർ I ഇസ് ഈക്വൽ ടു 5 lakh-ൻ്റെ 6% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് 5 lakh × 6% ഈസ് ഈക്വൽ ടു 30,000 ആണ് I. ഹിയർ EBIT ഈക്വൽ ടു 1 lakh, I ഈസ് ഈക്വൽ ടു 30,000, V ഈസ് ഈക്വൽ ടു 10 lakh, D ഈസ് ഈക്വൽ ടു 5 lakh. ഇത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KE ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് 30,000 ബൈ 10 lakh മൈനസ് 5 lakh × 100 ഈസ് ഈക്വൽ ടു 70,000 ബൈ 5 lakh × 100. അതുകൊണ്ട് KE ഈസ് ഈക്വൽ ടു 14%. ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിബെഞ്ചർ ഡെപ്റ്റ് 5 lakh നിന്ന് 7,50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫേമിനെയും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നാണ്. NOI അപ്രോച്ച് പ്രകാരം പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നാലും വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിരിക്കും. അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് വി എന്ന് പറയുന്നത് ഇവിടെ 10 lakh തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. വി ഈസ് ഈക്വൽ ടു EBIT/KO ആണ്. ഇസ് ഈക്വൽ ടു 1 lakh/10% ഇസ് ഈക്വൽ ടു 10 lakh തന്നെയാണ് കിട്ടുന്നത്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതായത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുനോക്കാം. KE ഈസ് ഈക്വൽ ടു EBIT മൈനസ് I/V മൈനസ് D × 100. ഹിയർ ഐയും ഡിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. D ഈസ് ഈക്വൽ ടു 7,50,000, I ഈസ് ഈക്വൽ ടു 7,50,000 × 6% ഇസ് ഈക്വൽ ടു 45,000. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KE ഈസ് ഈക്വൽ ടു 1 lakh minus 45,000 by 10 lakh minus 7,50,000 into 100 is equal to 55,000 by 2,50,000 into 100. So KE is equal to 22%. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഡെപ്റ്റ് 5 lakh നിന്ന് 7,50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ KE 40% നിന്ന് 22%ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. HBP ലിമിറ്റഡ് എക്സ്പെക്ട്സ് ആനുവൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ₹2 lakh. ഇറ്റ് ഹാസ് ₹5 lakh ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് 10%. ഇഫ് ദ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് 12.5%, വാട്ട് വുഡ് ബി ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അക്കോർഡിംഗ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്? What will be the effect of the following on the total value of the firm and equity capitalization rate? First, the firm increases the amount of debt from 5 lakh to 7,50,000 and use the proceeds of the debt to repurchase equity shares. Second, the firm redeems debt of ₹2,50,000 by issuing fresh equity shares of the same amount. ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അതായത് EBIT തന്നിട്ടുണ്ട് ₹2 lakh, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ദാറ്റ് ഈസ് KO തന്നിട്ടുണ്ട് 12.5%. ഇത് വെച്ചിട്ട് നമുക്ക് ഫേമിൻ്റെ വാല്യൂവും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KEയും കാണാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം V ഈസ് ഈക്വൽ ടു EBIT/KO ഈസ് ഈക്വൽ ടു 2 lakh by 12% ഈസ് ഈക്വൽ ടു 16 lakh. ഹിയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു 16 lakh. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാം. ഇസ് ഈക്വൽ ടു V മൈനസ് D. എസ് ഇസ് ഈക്വൽ ടു V മൈനസ് D ആണ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് വിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V എന്ന് പറയുന്നത് 16 lakh ആണ്, D എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 16 lakh മൈനസ് 5 lakh ഇസ് ഈക്വൽ ടു 11 lakh. എസ് ഇസ് ഈക്വൽ ടു 11 lakh. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE കാണാം. KE ഈസ് ഈക്വൽ ടു EBIT മൈനസ് I/V മൈനസ് D × 100. നമ്മൾ എസ് കണ്ടതുകൊണ്ട് V മൈനസ് ഡിക്ക് പകരം നമുക്ക് ഡയറക്റ്റ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഹിയർ EBIT ഈക്വൽ ടു 2 lakh,
V equal to 16 lakh, B is equal to 5 lakh, I interest on debt is equal to 5 lakh into 10% is equal to rupees 50,000. ഈ വാല്യൂ എല്ലാം നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇ ഇസ് ഈക്വൽ ടു 2 lakh മൈനസ് 50,000 ബൈ 16 lakh മൈനസ് 5 lakh ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1,50,000 ബൈ 11 lakh ഇൻറ്റു 100. അതുകൊണ്ട് കെ ഇ ഇസ് ഈക്വൽ ടു 13.64%. ഇനി 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ഡെപ്റ്റ് 5 lakh എന്ന് 7,50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ വാല്യൂവിന് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിനെയും അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ NOI അപ്രോച്ച് പ്രകാരം പറയുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചേഞ്ച് വന്നാലും ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് വി എന്ന് പറയുന്നത് 16 lakh തന്നെയായിരിക്കും. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അതിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് 5 lakh നിന്ന് 7,50,000 ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതായത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻക്രീസ്ഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാം. കെ ഇ ഈസ് ഈക്വൽ ടു EBIT മൈനസ് I ബൈ V മൈനസ് D ഇൻറ്റു 100. ഹിയർ EBIT ഈസ് ഈക്വൽ ടു 2 lakh, V ഈസ് ഈക്വൽ ടു 16 lakh, D ഈസ് ഈക്വൽ ടു 7,50,000, I ഈസ് ഈക്വൽ ടു 7,50,000 ഇൻറ്റു 10% ഈസ് ഈക്വൽ ടു 75,000. ഇത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇ ഈസ് ഈക്വൽ ടു 2 lakh മൈനസ് 75,000 ബൈ 16 lakh മൈനസ് 7,50,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1,25,000 ബൈ 8,50,000 ഇൻറ്റു 100. സോ കെ ഇ ഈസ് ഈക്വൽ ടു 14.7%. ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് 5 lakh നിന്ന് 2,50,000 ആയിട്ട് ഡിക്രീസ് ചെയ്താൽ അത് ഫേമിൻ്റെ വാല്യൂവിനെയും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിനെയും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് തന്നെയായിരിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചേഞ്ച് വന്നാലും ഫേമിൻ്റെ വാല്യൂ അൺചേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് വി എന്ന് പറയുന്നത് 16 lakh തന്നെയായിരിക്കും. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിലുണ്ടെന്ന് ചേഞ്ച് എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും ഡിക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഡിക്രീസ്ഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുനോക്കാം. കെ ഇ ഈസ് ഈക്വൽ ടു EBIT മൈനസ് I ബൈ V മൈനസ് D ഇൻറ്റു 100. EBIT 2 lakh, V 16 lakh, D 2,50,000, I 2,50,000 10% ദാറ്റ് ഈസ് 25,000. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇ ഈസ് ഈക്വൽ ടു 2 lakh മൈനസ് 25,000 ബൈ 16 lakh മൈനസ് 2,50,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1,75,000 ബൈ 13,50,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 12.96%. കെ ഇ എന്ന് പറയുന്നത് 12.96% ആണ് കിട്ടിയത്. നമുക്ക് ഈ എഫക്റ്റ് ഒരു കമൻറ്റായിട്ട് എഴുതാം. അക്കോർഡിംഗ് ടു NOI അപ്രോച്ച്, ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് in the capital structure of a firm has no effect on the total market value of firm and it remains at rupees 16 lakh. However, the equity capitalization rate KE increases with the increase of debt to 14.7% from 13.64% and decreases with the decrease of debt to 12.96% from 13.64%. Okay, thank you.